ഫുജേറയിൽ ഏകദേശം 100 വർഷത്തിന് മേലും പഴക്കമുള്ള ഷെയ്ഖിൻ്റെ ഒരു പഴയ വില്ലേജാണ് ഈ മലമുകളിൽ കാണുന്നത്. അതുകൂടാതെ തന്നെ ഷെയ്ഖ് അന്ന് താമസിച്ച പാലസിൻ്റെ ചില ഭാഗങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിനപ്പുറമായിട്ട് ഇവിടെ ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലം തന്നെയാണ് ഫുജേറയിൽ നമ്മളെത്തിയിരിക്കുന്ന ഈ ഡെസ്റ്റിനേഷൻ. ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ ഇത് ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പാലസിൻ്റെ അപ്പുറത്ത് പണ്ടുള്ള കടൽക്കൊള്ളക്കാരെയും ഈ മലയിൽ നിന്ന് വരുന്ന തീവ്രവാദികളൊക്കെ തുരത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടം വരെയാണ് നമുക്ക് ആക്സസ് ഉള്ളതുകൊണ്ട് ഇവിടെ ടാറിങ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ പഴയ ഗ്രാമത്തിൻ്റേതായിട്ടുള്ള ശേഷിപ്പുകളിലൂടെ കാണുന്നത്. വൈകുന്നേരം ലൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. താഴെ വലിയൊരു വാതി ഒഴുകുന്നുണ്ട്. അവിടെ ഒരുപാട് ഈന്തപ്പനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫാമിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഇവിടെ വാങ്ങുന്ന ഏകദേശം ഉച്ചയ്ക്ക് 1:45-2 മണിയായ സമയം. ഇനി ലഞ്ചിന് വേണ്ടി പിരിയുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ട് മറ്റൊരു ദിവസം കാണാം. ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ നല്ല തണുത്ത കാറ്റായിരുന്നു. ഞങ്ങൾ ഒമാനിൽ ജൂൺ മാസത്തിൽ എങ്ങനെ പോയോ അതേ അവസ്ഥ തന്നെയായിരുന്നു. ജബൽ സംഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോഴും ഇതേ കാലാവസ്ഥ. ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് വരുമ്പോഴും ആകെ ഒരു വാഹനം മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള മറ്റു ബിൽഡിങ്ങുകളൊക്കെ അവിടെയുള്ള പണിക്കാർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അതിൽ നിന്നൊരാൾ വന്ന് നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി, ഞങ്ങൾ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം, നിങ്ങൾ കുറച്ച് ടിപ്പൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് അത്ര പന്തികേടല്ല. കാരണം UAE ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഓഫ് UAE അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ദുബായ്, ഗവൺമെൻറ് ഓഫ് ഫുജേറ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരിക്കുന്നു. ഇത് ചെറിയൊരു ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്ക് മാത്രം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ മലമുകളിൽ എന്ന് വെച്ചാൽ അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയൊരു വാതി ലെഫ്റ്റ് സൈഡിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വണ്ടി കടന്നു വരുന്നുണ്ടായിരുന്നു. ശരിക്കും 2 വേ മാത്രമേ ഉള്ളൂ. റോഡൊക്കെ പുനരുദ്ധീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ റോഡുകളൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി SUV ആണെങ്കിൽ തന്നെയും അത് 4 വീൽ ഡ്രൈവ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകൾ മാത്രമാണ് വണ്ടി സ്മൂത്തായിട്ട് പോവുകയുള്ളൂ. പക്ഷേ ഞങ്ങൾ അതിനിടയ്ക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് പോകാനൊക്കെ നോക്കി. അത് വീഡിയോയിൽ വരുന്നുണ്ട്. ഉച്ച സമയം കൊണ്ടല്ല, നല്ല പൊരി വെയിൽ ഉണ്ടായിരുന്നു പുറത്ത്. എന്നാലും അത് നമ്മൾക്ക് AC ഇല്ല. കാരണം ഞങ്ങളവിടെ പുറത്ത് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴും നമുക്ക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ഒരു തരത്തിലും അലട്ടിയില്ല. അങ്ങനെ മല ഇറങ്ങി പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് മല ഇറങ്ങുമ്പോൾ അത്രയും നമുക്കൊരു ഡീപ്പ് ആയിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ വാഹനം ഓടിച്ച് ഇറങ്ങുന്ന എനിക്ക് നന്നായിട്ട് ഫീലായിരുന്നു. അപ്പോൾ ഈ ഇറങ്ങി കഴിഞ്ഞ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈന്തപ്പനത്തോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് ടേൺ ഞാൻ വന്നപ്പോഴേ റൈറ്റ് സൈഡിൽ കൂടെ വന്നപ്പോഴേ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ച് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വാതിയിൽ വെള്ളമില്ല എന്നുള്ള കാര്യം. പക്ഷെ വെള്ളമില്ലാതെ നമ്മളവിടെ പോയിട്ടും കാര്യമില്ല. ഈ ശരിക്കും പക്ക ഓഫ് റോഡാണ് ഈ സ്ഥലം. അപ്പോൾ ഇത് പകുതി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കല്ലൊക്കെ അടിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് 4x ഫീലില്ലാത്തതുകൊണ്ട്, ആ വീലില്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനൊന്ന് മടിച്ച് നിന്നു, എന്നാലും മുന്നോട്ട് പോയി. പിന്നെ അതേപോലെ തന്നെ വണ്ടി അവിടെ നിന്ന് നേരെ റിവേഴ്സ് എടുത്ത് വരികയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ ഒരിക്കലും പോകരുത്. ഈവൻ വെള്ളം ഉണ്ടെങ്കിലും വെള്ളം ഇല്ലെങ്കിലും. ചിലപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഫാമിലിയായിട്ട് ചെറിയ പിള്ളേരൊക്കെയായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി നേരെ റിവേഴ്സ് എടുത്ത് വീണ്ടും നമ്മുടെ നേരെ ദിശയിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് വരികയുണ്ടായത്. റിവേഴ്സ് എടുക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മൾ ജസ്റ്റ് കയറിയിട്ടുണ്ടാകുന്നുള്ളൂ. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിയിൽ വെള്ളം വരുമ്പോഴും മഴ വരുമ്പോഴൊക്കെയാണ്. പെട്ടെന്നാണ് ഇവിടെയൊക്കെ പെട്ടെന്ന് പ്രളയം ഉണ്ടാകുന്ന അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടു. എവിടെ ചെന്ന് കഴിഞ്ഞാലും പാകിസ്ഥാനികളും ബംഗാളികളും ഇന്ത്യക്കാരും ഈ 3 ടൈപ്പിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള വാതി, അതേപോലെ ഡെസേർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അവിടെ അറബികളധികം കുറവായിരിക്കും. ഇവർ ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഈ ലോക്കൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും.
നമ്മുടെ ക്യാമറ, ഫോണിൻ്റെ ക്യാമറ, പ്രൈമറി ക്യാമറ വർക്കാവാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ 0.6 ഈ ക്യാമറ ഇട്ടെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലും വളരെ മനോഹരമായിട്ടാണ് ദൃശ്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ തന്നെയും ക്ലാരിറ്റിയുടെ ചെറിയൊരു അഭാവം ഇതിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ശരിക്കും വാതി തന്നെയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡുകളിലൊക്കെ വെള്ളം കയറുമെന്ന് അവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, നിരപ്പായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ വർഷത്തിൽ ഒരാഴ്ച 2 ആഴ്ച മാത്രമേ അവിടെ മഴയുണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഫുള്ള് ഇതേ കാലാവസ്ഥ തന്നെയായിരിക്കും. പക്ഷേ തണുപ്പുള്ള സമയം നല്ല തണുപ്പായിരിക്കും. ഇവിടെ മറ്റുള്ള ക്യാമറകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ഇവിടെ ഈ വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലമാണ് അൽഹൈൽ ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ തടാകങ്ങളാണ് ഇവിടെ ഡാമുകളായിട്ടാണ് പേര് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ഡാമും ഇവിടുത്തെ ഡാമും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഈ ഹൈ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് നമുക്ക് നല്ല വിസിബിളായിട്ടുള്ള കാഴ്ച കിട്ടുന്നത്. ഈ ചെന്നിറങ്ങുന്ന ഭാഗത്ത് നമുക്കൊരു ഒറ്റ ഐഡിയയും കിട്ടില്ല. താഴത്തേക്ക് റോഡുണ്ടോ എന്ന് പോലും അറിയില്ല. നമ്മൾ ഡ്രൈവർ സീറ്റിൽ നോക്കുമ്പോൾ ഒന്നും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി നമ്മൾ എത്തുന്നത് ഇവിടെ ഹെറിറ്റേജ് വില്ലേജ് വഴിക്ക് നേരെ അൽഹൈൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ ചെറിയ സിറ്റിയിലേക്കാണ്. അവിടെയും നല്ല മനോഹരമായ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. അവിടെയും ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നിന്ന്. ഫുജൈറയിലെ മലയിടുക്കൾക്കിടയിലുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിചാരിതമായിട്ടാണ് ഹൈൽ ഡാമിൻ്റെ അവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചകൊണ്ട് തിരിച്ചു പോകുന്നു. ലഞ്ചിന് വേണ്ടി പോവുകയാണ്. അവിടെ ചെറിയ ചെറിയ വിളക്കുകാലുകൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ തന്നെയാണ് അൽഹൈൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തൊന്നും ഒരൊറ്റ വണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ വണ്ടിയിലോട്ടോ. വിജനമായ സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ഫുജൈറയിൽ നിന്ന് വരുന്ന സ്ഥലം. ഏകദേശം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് ഈ സ്ഥലം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി നേരെ ഓഫ് ടു ഫുജൈറ. വാദിയായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ വാഹനമായിട്ട് വരുന്നു. ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയായ സമയം. അതൊരു അമേസിങ് ബെസ്റ്റ് ട്രാവൽ മൊമെൻറ്റ്സ് ആയിരുന്നു ഇന്നത്തെ. ഞങ്ങൾ ലഞ്ചിന് വേണ്ടി പോവുകയാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുജൈറയിലെ അൽഹൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഫുജൈറയിലെ അംബ്രല്ല ബീച്ചിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. രാവിലെ ഞങ്ങൾ എത്തിയിട്ടുള്ളതായിരുന്ന അൽഹൈൽ ഡാമിൻ്റെ ആ ഭാഗത്തു നിന്ന് ഞങ്ങൾ തിരിച്ച് അംബ്രല്ല ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇപ്പോൾ ഏകദേശം 3:45 ആയിട്ടുണ്ട്. ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ നല്ല സൺലൈറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോസ്റ്റുണ്ട്, അമ്മ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. അംബ്രല്ല ബീച്ചിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. സൺലൈറ്റ് നന്നായിട്ട് വരുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ ഈവനിങ് സെഷൻ ആയതുകൊണ്ട് തണുപ്പ് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. ചൂട് കുറഞ്ഞു. നമ്മുടെ ലേമർ ബീച്ചിലെ കാഴ്ചകളെന്ന പോലെ ഷെവർലെറ്റിന് വണ്ടി കിടക്കുന്നുണ്ട് ഇവിടെ.
ഓസി എന്തുവാടാ ഓസി നീ ഞങ്ങളോട് ഉള്ള അങ്ങനെ അംബ്രല ബീച്ചിൽ നിന്നും ഒരു 20 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തെത്തിയിരുന്ന സ്ഥലമായിരുന്നു കിത്ഫ ബീച്ച്. ആദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് ഞങ്ങൾ എത്തുന്നത്. കിത്ഫ ബീച്ചിൻ്റെ ബാക്കിലൊരു പാർക്ക്, അത് കാണാൻ വേണ്ടി ഞങ്ങൾ 5 മണിക്ക് എത്തിയതാണ്. പക്ഷേ 5:30 ആകുമ്പോൾ സൺസെറ്റ് ആവുമല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ സൂര്യാസ്തമയം കാണാൻ സാധിച്ചില്ല. ഇവിടെ സൂര്യോദയം മാത്രം കാണാൻ സാധിക്കുന്ന ഒരു ബീച്ച് കൂടി തന്നെയാണ് കിത്ഫ ബീച്ച്. മനോഹരമായിരുന്നു.